അങ്ങനെ പി ജയചന്ദ്രൻ അദ്ദേഹം അനശ്വരതയിലേക്ക് മറയുകയാണ്. അദ്ദേഹം പാടിയ ആയിരം ഗാനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. എസ് വിജയകുമാർ വീണ്ടും ചേരുന്നു. വിജയകുമാറിലേക്ക്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അനശ്വരമാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക സാന്നിധ്യം മാത്രമാണ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. ആ ഭൗതിക സാന്നിധ്യം വിട്ടുപോകുമ്പോഴും അദ്ദേഹം പാടിയ ഹൃദയം കൊണ്ട് നമ്മൾ സ്വീകരിച്ച പാട്ടുകൾ അനശ്വരമായി നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. 2024 അവസാനവും 2025 തുടക്കവും യഥാർത്ഥത്തിൽ ഉന്മേഷം നമ്മളെ സംബന്ധിച്ച് വലിയ സങ്കട വാർത്തകളുടെ ദിവസങ്ങളായിരുന്നു. പ്രിയപ്പെട്ട MD-യുടെ വിയോഗം അത് 2024 ഡിസംബർ 25 ക്രിസ്മസ് ദിവസം വൈകിട്ടാണ് നമ്മൾ ഹൃദയവേദനയോടെ കേട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇതാ 2025 തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെയും നമ്മളുടെ ഒപ്പമില്ല എന്ന തിരിച്ചറിവ് എന്ന ഹൃദയഭേദകമായ വിവരം നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ 2024 തുടക്കവും 2024 ഒടുക്കവും 2025 തുടക്കവും നമ്മളെ സംബന്ധിച്ച് വലിയ സങ്കടങ്ങളുടേതായി മാറുകയാണ്. പ്രിയപ്പെട്ട രണ്ടുപേർ, മുഴുവൻ മലയാളികൾക്കും എന്നും പ്രിയപ്പെട്ട രണ്ടുപേരാണ്. അവരുടെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ ഒപ്പമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അത് വല്ലാത്ത ഹൃദയവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജയചന്ദ്രൻ എന്ന ജയേട്ടൻ അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് നമ്മളുടെ കൂടെ ജീവിക്കുകയാണ്. അദ്ദേഹം എക്കാലത്തും ജീവിക്കുകയും ചെയ്യും. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന് പറയുന്നത് അദ്ദേഹം പാടിയ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ച പാട്ടുകൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ ഉചിതമായ ഒരു സ്മാരകം ഈ ചേന്നമംഗലത്തുണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അത് ഉറപ്പായും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം അടുത്ത തലമുറകൾക്ക് അത്രയോ തലമുറകളെ അത് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തീർച്ചയായും അത് തലമുറകളെ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കും. അതിന് മരണമില്ല. അത് കാലാതിവർത്തിയാണ്. ആ കാലാതിവർത്തിയായ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം, അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ സ്വരഗാംഭീര്യം, സ്വരമാധുര്യമൊക്കെ നമുക്ക് എക്കാലവും അനുഭവിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏത് തീക്ഷ്ണമായ ഏത് ഭാവങ്ങളെയും പാട്ടുകളിൽ സന്നിവേശിപ്പിക്കാൻ ജയചന്ദ്രൻ എന്ന ഗായകനുണ്ടായിരുന്ന അസാമാന്യമായ കഴിവ് അതാണ് അദ്ദേഹത്തെ എക്കാലത്തും ശ്രദ്ധേയനാക്കുന്നത്. അത് ഭക്തിയോ പ്രണയമോ വിരഹമോ എന്തുമാവട്ടെ, വാത്സല്യമോ എന്തുമാവട്ടെ, അത് മുഴുവൻ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. കേവലം ഒരു കേൾവിക്കപ്പുറത്തേക്ക് നമ്മൾ അനുഭവിക്കുകയായിരുന്നു ആ പാട്ടുകളൊക്കെ. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുമല്ലോ. ഒന്ന് നമുക്ക് പാട്ട് കേൾക്കാം, മറ്റൊന്ന് പാട്ട് അനുഭവിക്കാം. അങ്ങനെ നമ്മൾ ജയചന്ദ്രന്റെ പാട്ടുകൾ അനുഭവിക്കുകയായിരുന്നു ഇക്കാലം അത്രയും ചെയ്തത്. അങ്ങനെ അനുഭവവേദ്യമാകുന്ന പാട്ടുകളാണ് മലയാളിക്ക് അദ്ദേഹം എന്നും സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ അത്തരം പാട്ടുകളിലൂടെ നമ്മൾ ഹൃദയത്തിൽ ജീവിച്ച ആളാണ് പ്രിയപ്പെട്ട ജയേട്ടൻ എല്ലാവരും വിളിക്കുന്ന ജയചന്ദ്രൻ. അദ്ദേഹമാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. ചെറുതല്ലാത്ത ഹൃദയവേദന ആ മുഴുവൻ മലയാളികൾക്കും ഉണ്ടാകും. അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ സമയം അത് ഓർക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പാട്ടുജീവിതം, അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ ശ്രുതി ഭംഗിയൊക്കെ ഓർക്കുന്നുണ്ടാകും. അങ്ങനെ ചിരസ്മരണീയനായ നമ്മളുടെ സ്മരണകളിൽ എന്നും ഉണ്ടാകുന്ന ഒരു അനശ്വരനായ കലാകാരനായി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മാറുകയാണ്. അദ്ദേഹം പാടിയ പല വരികളും പോലെ അദ്ദേഹത്തിന്റെ വരികൾ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും എന്ന് എല്ലാവരും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആ നിലയിൽ അദ്ദേഹത്തിന്റെ വരികൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും. അങ്ങനെ ആ ജീവിതത്തിന് തിരശ്ശീല വീഴുന്നു. അദ്ദേഹം